യേശു പറയുകയാണ്. He said in verse 6, ആറാം വാക്യം ശ്രദ്ധിക്കുക. Isaiah prophesied about you people when he said, "This people honor me with their lips, but their heart is far away from me." ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്നു എന്ന് കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നു. Their heart was going after their covetousness. അവരുടെ ഹൃദയം അവരുടെ അത്യാഗ്രഹത്തിന്റെ പിറകെ പായുകയായിരുന്നു. That's what the Lord told Ezekiel also. യെസെക്കിയേലിനോടും യഹോവയായ കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്. All these people come and sit before you as if they're interested in listening to you. പ്രവാചകനായ യെസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, ഈ മനുഷ്യരൊക്കെ നിന്റെ മുമ്പിൽ വന്ന് എന്നെ അന്വേഷിക്കുന്നു എന്നുള്ള ഭാവേന അവർ ഇരിക്കുന്നവരാണ്. See Ezekiel 33 verse 31. യെസെക്കിയേൽ പ്രവചനം 30 onwards. യെസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 33-ാം അധ്യായം verse 30 onwards. 30 മുതലുള്ള ഭാഗങ്ങൾ. The Lord is telling his prophet, കർത്താവ് പ്രവാചകനായ യെസെക്കിയേലിനോട് പറയുകയാണ്, a lot of these people are speaking to one another and saying, "Come now, let's go and attend the conference and listen to what the Lord has to say." പ്രവാചകനോട് പറഞ്ഞതുപോലെ ഈ കാലങ്ങളിൽ കർത്താവ് പറയുകയാണ്, പലരും പറയുകയാണ്, നമുക്ക് പോയിട്ട് കോൺഫറൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം, ദൈവത്തിന് മുൻപാകെ ഇരിക്കാം. And they come and sit before you as my people, verse 31. 31-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവർ സംഘം കൂടി കൂട്ടമായി കോൺഫറൻസിന് വരും. അവർ നിന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായി നിന്റെ മുൻപിൽ ഇരിക്കുന്നു. അവരെ നിന്റെ വചനങ്ങളെ കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് ചെയ്യുന്നില്ല, താല്പര്യവുമില്ല. They do the lustful desires expressed by their mouth, and their heart goes after their gain. അവരുടെ ഹൃദയം ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. മധുരസ്വരവും വാദ്യ നൈപുണ്യമുള്ള ഒരുത്തൻ പ്രേമഗീതം പോലെയാണ് അവരിയ്ക്കുന്നത്. But you are to them like a sensual song by one who has a beautiful voice and plays well on an instrument. ദുരാഗ്രഹത്തെ പിന്തുടരുന്നവരാണ് അവരെന്ന് വരികയും പ്രവാചകനായ നിന്റെ വാക്കുകൾ അവർക്ക് മധുരസ്വരം പോലെയാണ്, അല്ലെങ്കിൽ മനോഹരമായ സംഗീത അകമ്പടിയോടുള്ളതായിരിക്കുന്ന ഒരു സ്നേഹഗീതം പോലെയാണ് ആസ്വദിക്കുന്നുണ്ട് അവർ. I've met a lot of people who like to listen to my messages. ഞാൻ അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്റെ പ്രസംഗം കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. Thousands of them around the world who listen to the tapes. ലോകവ്യാപകമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സന്ദേശങ്ങള് ടേപ്പുകളിൽ കൂടെ സീഡിയിൽ കൂടെ ഒക്കെ കേൾക്കുന്ന ഒരു വലിയ താല്പര്യമാണ്. They all practice what they heard. We'll be having a revival everywhere. ഈ കേട്ട വചനമൊക്കെ അവര് ജീവിതത്തിൽ അനുവർത്തമാക്കി അനുസരിച്ചിരുന്നെങ്കിൽ ലോകവ്യാപകമായി ഒരു ഉണർവുണ്ടായേനെ. But they order CDs and tapes every conference, but no revival. എല്ലാ കോൺഫറൻസിനും അവരെ ടേപ്പുകള്, CD ഇതൊക്കെ ഓർഡർ ചെയ്യുകയും പണം മുടക്കി ഇതെല്ലാം വാങ്ങി വെക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണർവുണ്ടാകുന്നില്ല. It's very sad for those people in Israel in Ezekiel's time. യെസെക്കിയേലിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ മതഭക്തരായിരിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. They say something, they pretend as though they are interested in the message. ഈ സന്ദേശത്തിൽ അവർ തൽപരരാണ് എന്നുള്ള ഒരു 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 പുറമേ ഒരു ഭാവം അവർ കാണിക്കുന്നു. Their heart is interested in what can I gain for myself. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ അന്വേഷണം എന്താണെന്ന് അറിയാമോ? ഈ ജീവിതം കൊണ്ട്, ഈ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും? What can I gain for my earthly life? ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്? അതാണ് അവരുടെ അന്വേഷണം. The Lord says, "Okay, well, they can live like that." കർത്താവിനുള്ളവരോട് പറയുന്നത്, നിങ്ങളുടെ അന്വേഷണമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. One day he says in verse 33, they will know that I sent a prophet into their midst. 33-ാം വാക്യം, ഒടുവിലത്തെ വാക്യം പറയുന്നത് പോലെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവർ മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവർ കേട്ടത് ദൈവ ശബ്ദമായിരുന്നു എന്ന്. When the Lord asked these disciples in John chapter 1, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നാം കണ്ടതുപോലെ ഈ ശിഷ്യന്മാരോട് യേശു ഈ ചോദ്യം ചോദിക്കുമ്പോൾ, what do you seek? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് സ്നേഹിതരെ? See, these were disciples of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു ഈ രണ്ടുപേർ. John the Baptist was not a popular person. സ്നാപക യോഹന്നാൻ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. Pharisees hated him. പരീശന്മാർ യോഹന്നാനെ വെറുത്തിരുന്നു. Because he refused to baptize them. അവരെ സ്നാനപ്പെടുത്തുവാനായിട്ട് യോഹന്നാൻ വിസമ്മതിച്ചതുകൊണ്ട് he called them vipers. അവരെ അണലികളെ എന്ന് വിളിക്കാൻ യോഹന്നാൻ മടിച്ചില്ല. And he was certainly not a popular preacher with the leaders. മത നേതാക്കന്മാരുടെ ഇടയിൽ അവന് വളരെ സ്വീകാര്യനായ ഒരു പ്രസംഗനായിരുന്നില്ല. The ordinary people loved to listen to him. സാധാരണക്കാരായ ആളുകൾ സ്നാപക യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മതത്തിലെ നേതാക്കന്മാർ ഈ സ്നാപക യോഹന്നാനെ It's been true in
20 centuries of Christianity. ക്രിസ്തീയ മാർഗത്തിന്റെ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലെയും ചരിത്രം ഇത് തന്നെയാണ്. Corrupt Christian leaders never like to listen to a man of God. കപടഭക്തരായിരിക്കുന്ന സഭാ നേതാക്കന്മാർ ദൈവഭക്തരായിരിക്കുന്ന മനുഷ്യരെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. But the common people have a hunger to listen. സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചോളം അങ്ങനെയുള്ളവരുടെ വചനം കേൾക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ. So these people must have taken a stand for the Lord, these two disciples, to go after John the Baptist. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരാകുവാനായി തീരുമാനിച്ച ഈ രണ്ട് ചെറുപ്പക്കാർ ദൈവത്തിനായി, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കായി ഒരു നിലപാടെടുക്കുവാൻ ഉത്സാഹിച്ചവരാണ്. And now John the Baptist says, here's somebody greater than me. ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, എന്നേക്കാൾ വലിയ ഒരാൾ ഇതാ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. യേശുവിനെ അനുഗമിക്കാനായിട്ട് ഈ രണ്ടുപേർ തീരുമാനിച്ചു. Jesus wanted to know, why are you following me now? എന്നാൽ രണ്ടുപേർ വരുന്നുണ്ടല്ലോ എന്നുള്ളതിലെ സന്തോഷം മാത്രമല്ലായിരുന്നു യേശു അറിയുവാൻ ആഗ്രഹിച്ചു, എന്തിനു വേണ്ടിയാണ് ഇവർ തന്റെ പിറകെ വരുന്നത്. Some people like to get attached to a great man of God because there's some honor there. ദൈവ മനുഷ്യരായ ചിലരോട് ചേർന്ന്, അവരോട് ചേർന്ന് നിൽക്കുവാൻ, അവരോട് ചേർത്ത് അറിയപ്പെടാൻ പലർക്കും ആഗ്രഹമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ആത്മീയ ലോകത്തിൽ ഒരു ബഹുമാനങ്ങൾ. Many Christians around the world, try to get honored by saying, I know so and so, or I have met so and so, and I belong to this church, or something like that. ക്രിസ്തീയ ലോകത്തിൽ നിങ്ങൾ പലരെ ശ്രദ്ധിച്ചു കാണും. പക്ഷെ നിങ്ങൾ പലരെ ചെയ്യുന്നുണ്ടാവും, ഞാൻ ഇന്ന സഭയിലെ ആളാണ്, ഇന്ന വ്യക്തിയുമായി, ദൈവദാസനുമായി എനിക്ക് വളരെ അടുപ്പമാണ്, ഈ നിലയിലൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. There is an honor in that. അതിലൊക്കെ ഒരു ബഹുമാനം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. Not a worldly honor, it's an honor among Christians. അത് ലോകത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ബഹുമാനമല്ല, ദൈവമക്കളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ലഭിക്കുന്ന ഒരു ബഹുമാനം. And the Lord asks them, are you seeking for that honor? Because you heard I am a greater man of God, now you come to follow me. നിങ്ങളുടെ ഗുരുവായിരുന്ന യോഹന്നാനേക്കാൾ വലിയവനായ ഒരു ദൈവമനുഷ്യനാണ് ഞാൻ എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് അതിനുള്ള ബഹുമാനം അന്വേഷിച്ചാണോ നിങ്ങൾ എന്റെ പിറകെ വരുന്നത് എന്നാണ് കർത്താവ് ചോദിച്ചതിന്റെ ഒരു അർത്ഥം. And even in the Old Testament we have an example of that. പഴയ നിയമത്തിലും അതിന് ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. Jeremiah chapter 45. യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, Jeremiah had a secretary who was writing down all his messages. യിരെമ്യാവിന്റെ പ്രവചന വചനങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. His name was Baruch. ബാരൂക്ക് എന്നായിരുന്നു അവന്റെ പേര്. And he wrote down, you read verse 1 of Jeremiah 45, all that Jeremiah detailed. യിരെമ്യാവിന്റെ വാമൊഴി, അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ എഴുതുന്ന വ്യക്തിയായിരുന്നു ബാരൂക്ക്. See, Jeremiah was a very unpopular prophet. ആ കാലഘട്ടത്തില് യിരെമ്യാവ് വളരെയധികം മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവാചകനായിരുന്നു. So to join up with him itself was a great honor. I mean, a great decision for somebody to take. അങ്ങനെ ഈ യിരെമ്യാവിന്റെ ഒരു സഹായിയായിരിക്കുവാൻ, അവനോട് സഹശുശ്രൂഷകനായിരിക്കാനായുള്ള തെരഞ്ഞെടുപ്പ് തന്നെ ബാരൂക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്റ്റെപ്പായിരുന്നു. I don't know whether anybody else joined him other than Baruch. ബാരൂക്ക് അല്ലാതെ വേറെ ആരെങ്കിലും യിരെമ്യാവിന്റെ ഈ ശുശ്രൂഷയിൽ ഒപ്പം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Why did Baruch join an unpopular prophet like Jeremiah? അധികം ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവാചകനോടൊപ്പമായിരിക്കാൻ ബാരൂക്ക് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്? If he was seeking honor in the king's palace or something, he would have joined with the false prophets. രാജകൊട്ടാരത്തില് ഉള്ള ബഹുമതിയോ ലോകത്തിന് കൈയടിയോ എന്നാണ് ആഗ്രഹിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അവന് യിരെമ്യാവിന്റെ കൂടെ കൂടേണ്ട ആവശ്യമില്ല. If he wanted money, Jeremiah is the wrong person to join. അവന്റെ അന്വേഷണം പണമായിരുന്നു എന്നുവരികിൽ യിരെമ്യാവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുക്കൽ ആയിരുന്നില്ല അവൻ വരേണ്ടത്. I think he had a real desire for God. ദൈവത്തിനായിട്ട്, ദൈവിക വിഷയങ്ങൾക്കായി ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ബാരൂക്ക് എന്ന് ഞാൻ കരുതുന്നു. We're not the most popular or the biggest church in Christendom. ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സഭയല്ല നമ്മുടേത്. So, if you want to say that you belong to a big assembly, this is the wrong place. ലോകത്തിലെ വളരെ അറിയപ്പെടുന്ന പേരുള്ള ഒരു സഭയിലെ അംഗമെന്നുള്ള ആ ബഹുമാനം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്കറിയാം ഇവിടെയല്ല നിങ്ങൾ വരേണ്ടത്. But some of you like Baruch have made a decision. എന്നാൽ ബാരൂക്കിനെ പോലെ നിങ്ങൾ ചിലര് ഈ ചെറിയ മൃഗത്തോട് നിന്ദിക്കപ്പെടുന്നവരുടെ ആയിരിക്കാൻ ഒരു തീരുമാനം എടുത്തവരാണ്. Because you found spiritual help. ആത്മീയമായ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇടം എന്ന് നിങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ്. You found contact with God.
ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടു. Because you found some sincerity here. ആത്മാർത്ഥതയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ ഈ കൂട്ടായ്മകളിൽ സഭകളിൽ കാണുവാൻ കഴിഞ്ഞു. Does that mean you're okay? അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പെടുത്തതുകൊണ്ട് എല്ലാം ശരിയായി എന്നാണോ? Congratulate yourself and say, I rejected all those dead denominations, I've chosen a living church. നിർജീവമായിരിക്കുന്ന മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനിങ്ങനെ ജീവനുള്ള ഒരു സഭയിൽ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വയം തൃപ്തരായി സന്തോഷിച്ച് കഴിയുകയാണോ? You can come here and seek your own. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു ദുഃഖസത്യം പറയട്ടെ, ഇതുപോലൊരു സഭയിൽ വന്നിട്ടും നിങ്ങളുടെ സ്വാർത്ഥത അന്വേഷിക്കാനായി നിങ്ങൾക്ക് കഴിയും. And that's what Jeremiah told Baruch. യെരമ്യാവ് ആ അപകടത്തെ കുറിച്ചാണ് ബാരൂക്കിന് മുന്നറിയിപ്പ് നൽകുന്നത്. Taken a stand and been willing to face the reproach of being associated with me. യെരമ്യാവിന് തന്റെ വേലക്കാരനായ ബാരൂക്കിനോട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ മാനം അന്വേഷിക്കാതെ നിന്നെ സഹിക്കുവാൻ ദൈവവശത്ത് നിൽക്കുവാൻ നീ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്നെനിക്കറിയാം. And there are very few people with us. വളരെ ചുരുക്കം പേരെ ആളുകളിൽ നിലവാരമെടുത്തവരായി നമ്മോടൊപ്പം ഉള്ളൂ എന്നും ബാരൂക്കെ നിനക്കറിയാമല്ലോ. I have to ask you a question, Baruch. എന്നാൽ ബാരൂക്കെ, ഒരു ചോദ്യം നേരെ നിന്റെ ഹൃദയത്തോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യെരമ്യാവ് പറയുകയാണ്, What Jesus asked, what are you seeking? യേശു ചോദിച്ച അതേ അർത്ഥമുള്ളതായ ചോദ്യം, ബാരൂക്കെ നീ എന്താണ് അന്വേഷിക്കുന്നത്? 5-ാം വാക്യം വായിക്കാം. Are you seeking great things for yourself? എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? He could have said, no, of course not. I would turn to false prophets if I were seeking great things for myself. അവന് പെട്ടെന്ന് മറുപടി പറയാനുണ്ടാവും, അല്ലേ? അല്ല യെരമ്യാവേ സഹോദര, അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വ്യാജ പ്രവാചകന്മാരുടെ പുറകെ ലോകത്തിന് ബഹുമതി നേടി പോകുമായിരുന്നില്ലേ? Why did I leave those dead denominations and come here if I was seeking things for myself? എനിക്ക് വേണ്ടി തന്നെ സ്വാർത്ഥപരമായി ഞാൻ അന്വേഷിക്കുന്നവനായിരുന്നെങ്കിൽ ഈ നിർദ്ദീപമായിരിക്കുന്ന സഭാവിഭാഗങ്ങളെ വിട്ട് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? Jeremiah says, no, don't be so sure of your heart. പറയാനുള്ളത്, ബാരൂക്കേ നിന്റെ ഹൃദയം നീ വേണമെന്ന് അറിയുന്നില്ല. ആ ഉറപ്പിച്ചു പറയുവാൻ നീ തിടുക്കം കൂട്ടരുത്. Remember what you wrote in chapter 17, Baruch, that the heart is deceitful above all things? എന്റെ വാമൊഴി നീ 17-ാം അധ്യായത്തിൽ എഴുതി വെച്ചത് ഓർക്കുന്നുണ്ടോ? ബാരൂക്കേ എന്താണ് അവൻ എഴുതിയത്? ഹൃദയം എല്ലാത്തിനേക്കാളും കപടമുള്ളത്, വിഷമമുള്ളതാണ്. That's true of your heart too. അത് മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, നിന്നെ കുറിച്ചും സത്യമാണ് ബാരൂക്കേ. ഇതാണ് യെരമ്യാവ് ഓർപ്പിക്കുവാനുള്ളത്. So Baruch, even if you get offended with me, I have to ask you a question. അതുകൊണ്ട് ബാരൂക്കേ, നിനക്ക് എന്നോട് വിരോധം തോന്നിയാലും ഇടർച്ചയുണ്ടായാലും ഈ ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചേ മതിയാകുകയുള്ളൂ. That is a true prophet who does not hold back from asking the truth to his closest co-workers. ഏറ്റവും അടുത്ത സഹപ്രവർത്തകരോടും ദൈവത്തിന്റെ സത്യം തുറന്നു പറയുവാൻ മടി കാണിക്കാത്തവനാണ് ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകൻ. Are you seeking great things for yourself? ബാരൂക്കേ നീ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? Don't seek them because I am going to destroy everything you see around. ആഗ്രഹിക്കരുത് പ്രിയ സഹോദര, ഞാൻ സകല ജനത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. I will preserve you wherever you go. എന്നാൽ നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ ജീവനെ സംരക്ഷിക്കും എന്ന കർത്താവ് അവന് ഉറപ്പ് നൽകുകയാണ്. That is the word of the Lord to us. എന്നും നമുക്കുള്ള ദൈവത്തിന്റെ ആലോചന അതാണ് പ്രിയ സഹോദര സഹോദരി. Don't seek great things for yourself. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് സ്വാർത്ഥതയ്ക്ക് വലിയ കാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കരുത്. When I was a young man, God asked me to give up all that is great in the world. ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഈ ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം ഉപേക്ഷിക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു. I had my ambition to go right up to the top in my worldly profession. എന്റെ ലോകത്തിലെ ജോലിയില് ഏറ്റവും ഉയരത്തിൽ എത്തണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. 46 years ago, the Lord said, "Give it up." 46 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വ്യക്തമായി എന്നോട് പറഞ്ഞു, മകനെ ആ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയുക. I didn't think twice. I gave it up. രണ്ടാമത് എനിക്ക് ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കർത്താവിന്റെ വാക്കുകൾ വ്യക്തമായിരുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് അത് വിട്ടുകളഞ്ഞു. Just like when the Lord told Peter, "Give up your boat," and this he gave it up immediately. He didn't have to go and think about it. പത്രോസിനെ കർത്താവ് യേശു വിളിച്ചപ്പോൾ എന്റെ പടക് വല വിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പത്രോസ് അനുസരിച്ചതുപോലെ എനിക്ക് എന്റെ പടകും വലയും വിടുവാൻ കഴിഞ്ഞു എന്നുള്ള സാക്ഷി ഞാൻ പറയുന്നു. നിങ്ങൾ പരിപാടി ചെയ്തവരാണ് എന്ന് എനിക്കറിയാം. And then 30 years ago, the Lord asked me another question. എന്നാൽ
ഇത് 40 വർഷം മുമ്പത്തെ കാര്യമാണ്. എന്നാൽ 30 വർഷം മുൻപ് കർത്താവ് എന്നോട് വീണ്ടും വേറൊരു ചോദ്യം ചോദിച്ചു. By the time I had been in full-time Christian work for about 9 years, 30 വർഷം മുൻപ് കർത്താവിനോട് ചോദിക്കുമ്പോൾ പൂർണ്ണസമയ ക്രിസ്തീയ വേലയും ശുശ്രൂഷയും ഞാൻ ഏതാണ്ട് 9 വർഷം പിന്നിട്ടിരുന്നു.